ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് യൂണിറ്റ് 5 CSR എന്നുള്ള യൂണിറ്റാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. It is the type of business self-regulation with the aim of social accountability and making positive impact on society. സൊസൈറ്റിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ബിസിനസ് റെഗുലേഷൻ, ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് റെഗുലേഷൻ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Some of the ways that the company can adopt and CSR include being environmentally friendly and eco-conscious, promoting equality, diversity, inclusion in the workplace, treating employees with respect, giving back to the community, and ensuring business decisions are ethical. അതായത് എന്താണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കിംഗ് എൻവിറോൺമെൻറ്റ് കൊടുക്കുക, ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, ഡൈവേഴ്സിറ്റി കൊടുക്കുക, പിന്നെ ഇൻക്ലൂഷൻ, വർക്ക് പ്ലേസിൽ നല്ലൊരു ഇൻക്ലൂഷൻ കൊടുക്കുക, എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്റ്റ്, പിന്നെ കമ്മ്യൂണിറ്റി എൻഷുറിങ് ബിസിനസ് ഡിസിഷൻസ് ആർ എത്തിക്കൽ, ബിസിനസ്സിൽ എടുക്കുന്ന ഡിസിഷൻസ് എത്തിക്കലി ആണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. ഇതാണ് സൊസൈറ്റിനോട് ചെയ്യുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? Many reasons for a company embrace CSR practices are which are given below. ഒത്തിരി കമ്പനീസ് CSRൻ്റെ പ്രാക്ടീസസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് ബ്രാൻഡ്. അത് ബ്രാൻഡിൻ്റെ പെർസെപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. ബ്രാൻഡ് എന്നുള്ളൊരു കാര്യം, ആ ഒരു കമ്പനീൻ്റെ ബ്രാൻഡ് എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കും. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻ്റ് ഓഫ് കമ്പനീസ് ടു ഹാവ് സോഷ്യലി കോൺഷ്യസ് ഇമേജ്. അതായത് ഇപ്പോൾ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, സൊസൈറ്റിക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് കമ്പനിക്ക് ഉണ്ടാവുകയും അത് കസ്റ്റമേഴ്സിൽ ബ്രാൻഡ് പെർസെപ്ഷൻ കൂട്ടുകയും ചെയ്യും. കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രയോറിറ്റീസ് CSR when choosing brand or company, and they hold corporations accountable for affecting social change with their belief, practice and profits. അപ്പോൾ സൊസൈറ്റിയുടെ ബിലീഫും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ബ്രാൻഡ്, ഒരു കമ്പനി CSR ചൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ബിലീഫ്, പ്രാക്ടീസ്, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ CSRുമായിട്ട്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ടാണ് ഒരു ബിസിനസ് ഡിസൈഡ് ചെയ്യുക. ഇറ്റ് അട്രാക്ട്സ് ആൻഡ് റീറ്റെയിൻസ് എംപ്ലോയീസ്. ഇപ്പോൾ CSRൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള പോയിൻ്റായിരുന്നു എംപ്ലോയീസിനെ നല്ല രീതിയിൽ വർക്ക് പ്ലേസ് ഇൻക്ലൂഷൻ ദ വർക്ക് പ്ലേസ്, പിന്നെ ട്രീറ്റിംഗ് എംപ്ലോയീസ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഗിവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒബിയസ്ലി നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. കൺസ്യൂമേഴ്സ് ആറിൻ്റ് ഓൺലി ദ ഡ്രോൺ ഓഫ് ബിസിനസ് ഗിവ് ബാക്ക്. അതായത് കൺസ്യൂമേഴ്സ് മാത്രമല്ല ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത്. ഈ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സൂസൻ കോണെ, ഹെഡ് ദ ഗ്ലോബൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ സിസ്റ്റമാറ്റിക്, said that sustainability strategy is a big factor where today's top talent chooses to work. Next generation employees seeking out of employers that are focused on triple bottom line, people, planet, revenue. അതായത്
എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കമ്പനിയിൽ എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരില്ല. കൂടുതൽ കാലം അവർ പെട്ടെന്ന് തന്നെ വർക്കിലോട്ട് കയറുന്ന സമയം കൊണ്ട് തന്നെ അവർ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു എഫേർട്ട് ഇടേണ്ടി വരില്ല. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു അട്രാക്റ്റ് റീറ്റെയിൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ കാലങ്ങളായി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് അത്രയും സമയം നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊണ്ടുവരാനും റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുള്ള എംപ്ലോയീസ് അവിടേക്ക് പിന്നെയും തിരിച്ചു വരും. അതാണ് റീറ്റെയിൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇതേപോലെ നല്ല നല്ല വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് യുവർ അപ്പീൽ ഇൻവെസ്റ്റേഴ്സ്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്പീൽ ഇൻക്രീസ് ചെയ്യും. അതായത് by demonstrating developed CSR program and initiatives, a company is bound to become more appealing to both current and future investors. അതായത് CSR പ്രോഗ്രാമിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഒരു കമ്പനിക്ക് മോർ കറണ്ടായിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് ഈസിയാണ്. കാര്യം സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. സോ ഇൻവെസ്റ്റേഴ്സിനെയും അതേപോലെ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ അവർക്ക് കൺവിൻസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആർ ഹോൾഡിംഗ് ബിസിനസ് അക്കൗണ്ടബിൾ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് അക്കൗണ്ടബിൾ ആവുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ബിസിനസ് ഹോൾഡ് ചെയ്യും. അവരത് അക്കൗണ്ടബിൾ ആയിട്ട് വെക്കും. അറ്റ് ദ സെയിം ടൈം എ കമ്പനി ദാറ്റ് ടേക്സ് CSR സീരിയസ്ലി സിഗ്നൽസ് ഇറ്റ് ടു ബോത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഗെയിൻ. അപ്പോൾ അതേസമയം തന്നെ ഒരു കമ്പനി CSR സീരിയസ്ലി എടുത്തിട്ടുണ്ടെങ്കിൽ ബോത്ത് ഇൻവെസ്റ്റേഴ്സ് പാർട്ട്നേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലോങ് ടേമിലോട്ട് അവർ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CSR ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CSR സീരിയസ്ലി എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് CSR ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. CSR 4 ടൈപ്പാണുള്ളത്. എൻവിറോൺമെൻറ്റൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫിലാന്ത്രോഫി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ ലേബർ പ്രാക്ടീസസ്, വളണ്ടിയറിങ്. ഈ 4 ആണുള്ളത്. ഫസ്റ്റ് വൺ എൻവിറോൺമെൻറ്റൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. one primary focus of corporate social responsibility is environment. Business have large carbon footprints regardless of size. Any steps of the company can take to reduce footprint is considered good for both the company and society. എൻവിറോൺമെൻറ്റൽ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് വളരുന്നതിനനുസരിച്ച് ആ ബിസിനസ്സിലുള്ള എൻവിറോൺമെൻറ്റിന് ഡാമേജസ് ഒന്നും വരുത്താതെ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് എൻവിറോൺമെൻറ്റൽ CSRൽ വരുന്നത്. അതിൻ്റെ മീനിങ് അത്രയേ ഉള്ളൂ. ഫിലാന്ത്രോഫി CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ക്യാൻ പ്രാക്ടീസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബൈ ഡൊണേറ്റിംഗ് മണി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മണി ഡൊണേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസസ് ടു സോഷ്യൽ കോഴ്സസ് ആൻഡ് നോൺ പ്രോഫിറ്റ്. ഇപ്പോൾ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സോഷ്യൽ കോഴ്സസിലും സർവീസിലും പ്രൊഡക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ലാർജസ്റ്റ് കമ്പനീസ് ടെൻഡ് to have plentiful resources that can benefit charities and local community programs. അപ്പോൾ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലെൻറ്റി ആയിട്ടുള്ള റിസോഴ്സസ് അവർ ചാരിറ്റി കൊടുക്കാറുണ്ട്. ഹൗ ഈവൻ സ്മോൾ ബിസിനസ്, ചെറിയ ബിസിനസ് ആയാലും ഇറ്റ് എഫേർട്സ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ എഫേർട്സ് ആണ് ഡിഫറൻസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ കമ്പനി ആയാലും ചെറിയ കമ്പനി ആയാലും
ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക, സൊസൈറ്റിക്ക് നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കൊടുക്കുക, നോൺ പ്രോഫിറ്റ് കമ്പനിക്ക് പ്രോഫിറ്റബിൾ അല്ലാഞ്ഞിട്ടും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഫിലോന്ത്രഫി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ നാലാമതായിട്ട് വരുന്നതാണ് എത്തിക്കൽ ലേബർ പ്രാക്ടീസസ്. കമ്പനീസ് ക്യാൻ ഡെമോൺസ്ട്രേറ്റ് CSR ബൈ ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് എത്തിക്കലി. ലേബർ പ്രാക്ടീസസ്, ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്കാർ. അപ്പോൾ ജോലിക്കാരുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പം ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് എത്തിക്കലി, ഒരേപോലെയും അതേപോലെ ധാർമ്മികപരമായിട്ടും എംപ്ലോയീസിനോട് ഇടപെടാം. This is especially true of business that operate international locations with labor laws that different from those in domestic countries. അതായത് ഓരോരോ കൺട്രീസിലും ഓരോരോ രീതിയിലാണ് അവരുടെ ലേബർ ലോസ് വരുന്നത്. സോ അതെല്ലാം ഒരു ബിസിനസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ലൊക്കേഷൻസോട് ചേഞ്ച് ചെയ്തിരിക്കും. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഫെയർ വേജസ്, ബോണസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ടു എംപ്ലോയീസ്. അതായത് ഫെയർ ആയിട്ടുള്ള വേജസ് എംപ്ലോയീസിന് കൊടുക്കുക, ബോണസ് കൊടുക്കുക, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എംപ്ലോയീസിന് നമ്മൾ കൊടുക്കണം. പിന്നെ അടുത്തത് വരുന്നത് വളണ്ടിയറിങ്. ദിസ് ടൈപ്പ് ഓഫ് CSR a company participation in local causes of volunteering of community events. It has positive impact on growth and expansion of company. ഇപ്പോൾ ചെറിയ ചെറിയ ലോക്കലായിട്ടുള്ള പരിപാടിക്ക് നമ്മൾ സ്പോൺസർ ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒരു കമ്പനീനെ എക്സ്പാൻഡ് ചെയ്യാനും ഗ്രോത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് വളണ്ടിയറിങ്ങിൻ്റെ മീനിങ്. അപ്പോൾ ടൈപ്സ് വരുന്നത് 4 എണ്ണമാണ്, ഇമ്പോർട്ടൻസ് വരുന്നത് 3 എണ്ണമാണ്. ഇതാണ് നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ.